മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. ശബരിമലയടക്കം ക്ഷേത്രങ്ങളിലെ ക്രമക്കേടും അഴിമതിയും തടയാൻ നേരിട്ടിടപെട്ട ഹൈക്കോടതി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഫണ്ട് അക്കൗണ്ടുകൾ ഇടപാടുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് കിറ്റ്ഫയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ശബരിമലയിൽ അടുത്ത സീസൺ മുൻപ് എല്ലാ ഇടപാടുകളും ഡിജിറ്റലൈസ് ചെയ്യണമെന്നും കോടതി. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, നേരത്തെ തന്നെ കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറെ സംശയങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ മുന്നോട്ട് വെക്കുകയും ചെയ്താണ്. അതിനൊടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക്, നിർദ്ദേശത്തിലേക്ക് കോടതി എത്തുന്നത്. എങ്ങനെയായിരിക്കണം ഇനി ക്രമീകരണം എന്നുള്ളതാണ്. എന്താണ് കോടതിയുടെ നിർദ്ദേശം? അക്ഷയ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അഴിമതിയും ക്രമക്കേടുമൊക്കെ തന്നെ നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്തായാലും ഇക്കാര്യത്തിലൊക്കെ പൊറുതിമുട്ടിയാണ് ഹൈക്കോടതി ഇതിൽ നേരിട്ടിടപെട്ട് ഇത്രയും കാലം ദേവസ്വം ബോർഡിനോട് ഇതിനുള്ള നടപടികൾ എടുക്കാൻ നിർദ്ദേശം നൽകി. ആ കോടതികൾ വെറുതെ അവർ നടപടിയെടുക്കുമെന്ന പ്രതീക്ഷയിലിരിക്കുകയായിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതി ഇതിൽ കർശനമായ നിലപാടിലേക്ക് തന്നെ പോയിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമായ കിറ്റ്ഫ, അതോടൊപ്പം തന്നെ കെ സ്മാർട്ട്, ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരെ നേരിട്ട് കോടതി വിളിച്ചു വരുത്തി അവരിൽ നിന്ന് എന്താണ് ചെയ്യാൻ കഴിയുന്നത്, ക്ഷേത്രത്തിലെ അഴിമതി തടയണം, ക്രമക്കേടുകൾ തടയണം, അതിനെങ്ങനെ ഇവിടെ ഡിജിറ്റലൈസേഷൻ ശരിയായ രീതിയിൽ നടപ്പാക്കാം എന്നതാണ് അവരോടെല്ലാം കോടതി നേരിട്ട് ആരാഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമയക്രമം കൊണ്ടുവരാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അടുത്ത ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് മുൻപ് ശബരിമലയിലെ മുഴുവൻ ഫണ്ട് അക്കൗണ്ടുകളും ഡിജിറ്റലൈസ് ചെയ്യുക എന്നതാണ് കോടതി ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഈ സ്വർണ്ണക്കൊള്ളയൊക്കെ വന്ന് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാരും ക്ഷേത്രം തന്ത്രിയും അടക്കമുള്ളവർ ജയിലിൽ കിടക്കുമ്പോൾ അവിടെ ആടിയ ശിഷ്ടം നെയ്യുടെ പേരിൽ നടത്തിയിരിക്കുന്ന തട്ടിപ്പുകളൊക്കെ അറിയാം. അതായത് എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത രീതിയിൽ ഇപ്പോഴും വലിയ ചോർച്ചയാണ് ദേവസ്വം ബോർഡിൽ ഉണ്ടാകുന്നത്. അഴിമതി അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിനോദമായി തന്നെ നടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഹൈക്കോടതി തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു വെച്ചു, അവിടുത്തെ ഒരു വിഭാഗം ജീവനക്കാർ അവരുടെ കൃത്യനിർവഹണത്തിലല്ല അവർക്ക് താല്പര്യം, ധനാപഹരണത്തിലാണ്. അതുപോലത്തെ ഒരു സംവിധാനമാണ്. അപ്പോൾ ഹൈക്കോടതി നേരിട്ട് ഇടപെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമായ കിറ്റ്ഫയോട്, കെ സ്മാർട്ടിനെയൊക്കെ പോലെ എങ്ങനെയാണോ ഒരു ഡിജിറ്റലൈസേഷൻ കൊണ്ടുവരുന്നത്, അത് എല്ലാ കാര്യങ്ങളിലും, അവിടുത്തെ വഴിപാടിന്റെ കാര്യത്തിൽ, സാമ്പത്തിക ഇടപാടുകളുടെ കാര്യത്തിൽ അതൊന്നും സുതാര്യമല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണ് ആവർത്തിച്ചിട്ടുള്ള സംഭവങ്ങളിൽ നിന്ന്. അപ്പോൾ അതിനെല്ലാം ഒരു മാറ്റം കൊണ്ടുവന്ന് സുതാര്യമായ ഫണ്ട് അക്കൗണ്ട് സംവിധാനങ്ങളിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൊണ്ടുവരാൻ പോകുന്നു. അതിനൊരു സമയക്രമം നിശ്ചയിച്ചിരിക്കുകയാണ് കോടതി. അടുത്തയാഴ്ച ഹൈക്കോടതിയിൽ ഈ കിറ്റ്ഫയുടെ അധികൃതർ എങ്ങനെയായിരിക്കണം അവിടെ ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിക്കേണ്ടത്, എത്ര സമയം അതിന് വേണ്ടിവരും, എന്തൊക്കെ വേണ്ടി ചെയ്യേണ്ടത്, റിപ്പോർട്ട് ഫയൽ ചെയ്യാനായിട്ട് ശബ്ദത്തിൽ വ്യക്തത കുറവുണ്ട്. അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളാണ്. അതായത് എല്ലാ ഇടപാടുകളും അത് ഡിജിറ്റലൈസ് ചെയ്യണമെന്നുള്ളതാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിക്കുന്നത്. ക്ഷേത്രങ്ങളിലേക്ക് ക്ഷേത്ര സ്വത്തിൽ കോടതിയുടെ കാവൽ ഉണ്ടാവുകയാണ്. നിലവിൽ തന്നെ പുറത്തു വരുന്നിട്ടുള്ള കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, നമ്മളൊക്കെ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹൈക്കോടതി ഇപ്പോൾ ഇങ്ങനൊരു ഇടപെടൽ നടത്തുന്നത്. കോടതിയുടെ ഇടപെടൽ അനുസരിച്ച് കോടതി ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശബരിമലയിൽ ഉൾപ്പെടെ അടുത്ത സീസണിന് മുൻപ് എല്ലാ ഇടപാടുകളും ഡിജിറ്റലൈസ് ചെയ്യണമെന്നുള്ളതാണ്.